നമസ്കാരം, നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 13-ാം തീയതി തിരുവോണം നക്ഷത്രമാണ് വരുന്നത്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാന മാർഗ്ഗമൊക്കെ കണ്ടെത്താനായിട്ട് ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു ദിവസമാണ്. ഔദ്യോഗിക യാത്രകൾക്കും സാധ്യതയുള്ളൊരു ദിവസം തന്നെയാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം വിജയിപ്പിക്കാനൊക്കെ യോഗമുള്ളൊരു ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉന്നത അധികാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. ഭാഗ്യമുള്ളൊരു ദിവസമാണ്. പൊതുവെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ഇന്നലെ വരെ തീരുമാനമാകാതിരുന്ന ചർച്ചകളൊക്കെ ഇന്ന് വിജയിപ്പിക്കാനും പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്ന ദിവസമാണെന്ന്. ഇടവൻ രാശി മകീര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് തീർത്ഥയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പുണ്യകർമ്മങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കാനോ ഒക്കെ യോഗമുള്ളൊരു ദിവസമാണ്. വരവിൽ അധികമായിട്ട് ചിലവുകൾ വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചെറിയ എതിർപ്പുകൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ വീട്ടിലെടുക്കാനെല്ലാം യോഗമുള്ളൊരു ദിവസമാണ്. യാത്രകളും വിജയിക്കുന്നതാണ്. ഉദ്ദേശിച്ച പോലെ തന്നെ യാത്രകൾ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മിഥുന രാശി മകീര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാവാൻ ഇടയുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക ക്ലേശങ്ങളും പഠന കാര്യങ്ങളിൽ അലസതയും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇന്ന് പുതുതായിട്ട് ഒരു കാര്യം തുടങ്ങാതിരിക്കുക. ഇന്നത്തെ ശുഭകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും ശ്രദ്ധിക്കണം. യാത്രകളൊന്നും ഇന്ന് ചെയ്യാനായിട്ട് തുനിയരുത്. ദീർഘയാത്രകൾക്കൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. പല കാര്യങ്ങളും വിചാരിക്കാത്ത തടസ്സങ്ങളെല്ലാം നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ശുഭകരമായിട്ട് വരും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. ഇന്നലെ വരെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. പല കാര്യങ്ങളും ഇന്ന് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വാല്യൂ മറ്റുള്ളവർ കൽപ്പിക്കാനും നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിലപാടുകൾ എടുക്കാനെല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ അസുഖങ്ങളെല്ലാം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പങ്കാളി ചില എതിർപ്പുകളൊക്കെ കാണിക്കുമെങ്കിലും അതെല്ലാം പിന്നീട് അനുകൂലമായിട്ടുള്ള നമ്മുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് അവർ തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ്. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, മനക്ലേശമൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. പല കാര്യങ്ങൾക്കും ഇന്ന് മടി തോന്നാനൊക്കെ സാധ്യത കൂടുതലാണ്. പഠന കാര്യങ്ങളിലെല്ലാം താല്പര്യം കുറയും. ഉത്സാഹം പൊതുവെ കുറഞ്ഞ ഒരു ദിവസമായിട്ട് അനുഭവപ്പെടുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വായ്പകളും മറ്റും അനുവദിച്ച് കിട്ടാനും യോഗമുള്ളൊരു കാലമാണ്. ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യാത്രകളും ഗുണകരമായി മാറുന്നതാണ്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും സന്താന ഭാഗ്യത്തിനുമെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നൊരു ദിവസമാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും പുതിയ ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഗുണകരമായിട്ട് മാറാനും പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ നടത്തിയെടുക്കാനെല്ലാം വിജയിപ്പിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. കുടുംബജീവിതം
സമാധാനം നിറഞ്ഞതായിരിക്കും. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള പല മാറ്റങ്ങളും ഗുണകരമായിട്ട് വരുന്നൊരു ദിവസമാണ്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാനോ ഒക്കെ ഇന്നത്തെ ദിവസം ഉത്തമമാണ്. യാത്രകളും ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗുണകരമായിട്ട് വരുന്ന ഒരു കാലമായിട്ട് തോന്നും. കാർഷിക മേഖലയിൽ നിന്നുള്ള ആദായമെല്ലാം വർദ്ധിക്കാനും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ലാഭകരമായിട്ട് മാറാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം ഗുണകരമാണ്. ആരോഗ്യ സ്ഥിതിയെല്ലാം തൃപ്തികരമായിട്ട് തുടരുന്നതാണ്. പുതിയ ബിസിനസ്സിന് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. വൃശ്ചിക രാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് പണം കൈവശം വന്നു ചേരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ചിട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ സമ്പാദ്യ പദ്ധതിയിൽ നിന്നോ പല രീതിയിലും പണം സമ്പാദിച്ചത് ആയിരിക്കാം, നേരത്തെ നിക്ഷേപിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഓഹരി ഇടപാടിലൂടെയൊക്കെ പല രീതിയിൽ പണം ഒരുപാട് കൈവശം വന്നു ചേരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം ഊഷ്മളമായിട്ട് തുടരുന്ന ഒരു ദിവസമാണ്. കലാരംഗത്തൊക്കെ ശോഭിക്കാൻ സാധിക്കും. കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ മേഖലയിലെല്ലാം ശോഭിക്കാനുള്ള അവസരങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. പുതിയ പല അവസരങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറുന്ന ഒരു കാലമാണ്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വസ്ത്രങ്ങൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കാനും അതെല്ലാം സമ്മാനമായിട്ട് ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നടക്കാനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കൊക്കെ അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്ന ശുഭകരമായിട്ടുള്ള ദിവസമാണ് ഇന്ന്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും ഉത്സാഹം കൂടുതലായിട്ടുള്ള ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നൊരു ദിവസമാണ്. പുതിയ പല കാര്യങ്ങൾക്കും സാധ്യതയൊക്കെ തെളിയുന്ന ഒരു ദിവസമാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സെല്ലാം ലാഭകരമായി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ ബന്ധുക്കളുടെ ആശീർവാദത്തോടെ തീരുമാനമുണ്ടാകാനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. യാത്രകളും ഗുണകരമായിട്ടും വരുന്നൊരു കാലമാണ്. പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചിലവുകൾ അധികമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകളും നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുന്ന സന്തോഷകരമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. കുംഭം രാശി അവിട്ടാര, ചതയം, പൂർട്ടാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചിലവുകളെല്ലാം അധികമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യ ചിലവുകളും സാമ്പത്തിക ക്ലേശങ്ങളും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പണം ഇടപാടുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പണം ആർക്കും കടം കൊടുക്കാതിരിക്കുക. കടം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന പണമൊക്കെ നഷ്ടത്തിലാവാനും ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ലോസായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുക. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പൂർവ്വീയ സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും വായ്പകൾ അനുവദിച്ച് കിട്ടാനൊക്കെ യോഗമുള്ള കാലമാണ് ഇപ്പോൾ. മീനരാശി പൂർട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. അധികാരങ്ങൾ, ഉന്നത സ്ഥാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകും. കോടതി കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെയുള്ള വിധിയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി ഇടപാടുകൾ ലാഭകരമായിട്ട് മാറാനും സ്വർണ്ണാഭരണങ്ങൾ സംബന്ധമായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ഒരു ശുഭകരമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആരംഭിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ഉത്തമമാണ്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.